ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിലോട്ട് പോവാം. അതെ, നമുക്ക് സത്യം ഓൾറെഡി അറിഞ്ഞായിരുന്നു. ആറം പറഞ്ഞ ഓൾറെഡി ആറമ്മക്ക് ഓൾറെഡി മാരേജ് ആയിരുന്നു. പിന്നെ അവൻ്റെ വൈഫ് അറേഞ്ച് മാരേജാണ്. ആറമ്മക്ക് ആ വൈഫ് ഇഷ്ടമല്ലായിരുന്നു. അവളുടെ ഗേൾ ഒരു ടൈപ്പ് അവനോട് ആറമ്മക്ക് ഓൾറെഡി ഡിവോഴ്സ് ആയിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങളൊക്കെ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആറമ്മക്ക് ഒരു സാഡായതുകൊണ്ട് ഇന്ത്യക്ക് പോകുന്ന ശേഷമാണ് എല്ലാം നടന്നത്. ശരി, ഇപ്പോൾ നമുക്ക് ആറമ്മക്ക് എങ്ങനെയാണ് എന്നറിഞ്ഞ് നമുക്ക് നോക്കാം. അതെ നിങ്ങളുടെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. ആറമ്മണിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സാധനം താഴെ വീണായിരുന്നു. ബെഡ് നോക്കി ഒരു ബ്ലഡായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അതിൽ താഴെ വീണത് എടുത്തുകൊണ്ട് പോയിരുന്നു. അതൊരു ഡയറി ആയിരുന്നു. ഡയറിയാണ് ആറമ്മക്ക് കിട്ടിയത്. അങ്ങനെ വീട്ടിലൊക്കെ പോയി. ആ ഡയറി അവിടെ വെച്ചു. അങ്ങനെ ഫ്രഷ് ആവാൻ തുടങ്ങി. നമുക്ക് എല്ലാം കുറച്ച് നമുക്ക് വന്നു. ശരി, ഓക്കെ, അവൾ വെർജിനാണ്. എങ്ങനെ ആരാണ് കണ്ടുപിടിച്ചവന്? നമുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ അവിടെ ബുക്ക് വെച്ച് ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ ഹോട്ടലുള്ള ആരാണെന്ന് ചോദിച്ചു. ഈ കുട്ടിയാണ്, രണ്ടുപേരും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു. ശരി, ഓക്കെ, കുട്ടി പേരെന്താന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കും അറിഞ്ഞു. റോസാണ് ഉണ്ടായിരുന്നു. റോസും പിന്നെ ഈ കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആറാമെന്ന് വെച്ചു. ശരി, ഓക്കെ. അങ്ങനെ ആ ബുക്ക് എടുത്തു. ആ കുട്ടി അതിനെ അറിയില്ല. ഈ ബുക്ക് ഉണ്ടായിരുന്നു. പഠിക്കാൻ നോക്കി. അങ്ങനെ ബുക്ക് എടുക്കാൻ വായിക്കാൻ തുടങ്ങി. അതിൽ എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്തത്, എങ്ങനെ ആറാമിൻ്റെ കൂടെ ഇതായിരുന്നു, ആറമ്മന് എങ്ങനെയാണ് അങ്ങനെ നോക്കി നമുക്ക് മനസ്സിലായി. അങ്ങനെ ആ ഫോട്ടോ നോക്കി. അതുമാത്രമല്ല ആ ബുക്ക്, അങ്ങനെ നമുക്ക് മനസ്സിലായിരുന്നു. റൂമിൽ താമസിച്ച് 2 റൂം എടുത്തായിരുന്നു. അങ്ങനെ ഒന്നും പോയി ചെക്ക് ചെയ്തു. നമുക്ക് മനസ്സിലായി. ഏത് റൂമാണ് സെലക്ട് ചെയ്തത് നമുക്ക് മനസ്സിലായിരുന്നു. 2 ബെഡ്റൂമാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ആ പേർക്കുട്ടിയായിരുന്നു. ആ വീട്ടിൽ 2 പേര് താമസിക്കുകയാണ് ഹോട്ടലിൽ. ഏത് റൂമാണ് വീണ്ടും ചോദിച്ചായിരുന്നു. അങ്ങനെ കോൾ ചെയ്ത് പറഞ്ഞു, ഈ റൂമിലുള്ള കുട്ടി ആരാന്ന് പറഞ്ഞു. സാർ, അവളുടെ പേര് പ്രിയാണ്. ഓരോ ഡീറ്റെയിൽസ് ആയിരുന്നു. 2 പേരാണ് താമസിക്കുന്നത് അറിഞ്ഞായിരുന്നു. അങ്ങനെ അങ്ങനെ ഇത് നമുക്കൊരു മാതിരി ഫീലായിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ കുറച്ച് ഡേയ്സ് ആയിരുന്നു. നമുക്ക് മറക്കാൻ പറ്റില്ല. ഇങ്ങനെ അവളെ കണ്ടുപിടിക്കാൻ ഞാൻ ട്രൈ ചെയ്തു. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. എവിടെയാണ് ഉള്ളത് അറിഞ്ഞില്ലായിരുന്നു. ഇന്ത്യക്ക് വന്നു. ടെലിസണുകളിൽ നിന്ന് അറിഞ്ഞു നമുക്ക്. അങ്ങനെ എയർപോർട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. ഇങ്ങനെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ നടന്നിട്ടും നമുക്ക് ഫീലായി. അങ്ങനെ തിരിഞ്ഞു നോക്കി. നോക്കിയായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് നോക്കും ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് മനസ്സിലായി ഇവളെ തന്നെയാണ്. ഇങ്ങനെ അവിടുന്ന് ഓടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്മക്ക് ചെയ്തിട്ടാണ് പോയിരുന്നു. കണ്ടുപിടിച്ചായിരുന്നു. കാരനായിരുന്നു. ഹാറമിൻ്റെ സെക്രട്ടറിയും പറഞ്ഞായിരുന്നു, സാർ. അതിനെ കണ്ടുപിടിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞു. അങ്ങനെ ആൾ വെച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങി. അവളുടെ മാരേജായോ ഇല്ല സിംഗിളാണോ, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ആൾക്കാർ പറഞ്ഞായിരുന്നു. ആദ്യക്ക് ഒരു മല കണ്ണുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം പ്രപ്പോസ് ചെയ്യുന്നത് നമുക്ക് അത് ന്യൂസ് വന്നായിരുന്നു. അതുകൊണ്ട് വേഗം കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നത്. ഇതറിയാതെ നിങ്ങൾ പാവം ഇറങ്ങിയായിരുന്നു. അങ്ങനെ ക്യാരിങ് ബേബിക്കും 2 പേർക്ക് തടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. പറയാൻ തുടങ്ങി, ശരി, ഓക്കെ, ഈസ് മൈ വൈഫ്. ഇങ്ങനെ ഇങ്ങനെ ഇത് ആലോചിക്കാൻ തുടങ്ങി. നമുക്ക് വൈഫിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കുട്ടിയാണ് ഇവള്, നല്ല കഷ്ടപ്പെടുന്നു. ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞായിരുന്നു നമുക്ക്. അതുകൊണ്ട് ശരി, ഓക്കെ. അങ്ങനെ വന്ന് കിടന്നു ഉറങ്ങി. രാവിലെ ഫസ്റ്റ് ഞങ്ങൾ എണിച്ചത് നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. 2 പേരും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട്. ആറാമിൻ്റെ ബേബീനും അങ്ങനെ ആറാമിൻ്റെ വേഗത്തിലും കിടന്ന് ഉറങ്ങായിരുന്നു ബേബി. അതിനെ എണിച്ച് പോയി ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെ ആറാമൻ എണിച്ചു. എന്താ ടീം പറഞ്ഞായിരുന്നു. ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. അങ്ങനെ കുറച്ച് ബേബീന് ഒന്നും നടന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ഇപ്പോൾ ഒരു കൊറിയല ഉള്ളത്. ആറാമിൻ്റെ വീട്ടിൽ പറഞ്ഞു കൊറിയല ഉള്ളത്. ഇപ്പോൾ ആറാമിൻ്റെ വീട്ടിലേക്ക് വന്നു. മോം പറഞ്ഞു, മോം, ഞാനൊരു കാര്യം പറയാം. എന്തടാ? ബേബീനെ വിളിച്ചു. ഇത് മോം, ഇതെൻ്റെ ബേബി. ആറാമൻ എനിക്ക് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സന്തോഷമായി. എടാ, എൻ്റെ വൈഫിൻ്റെ ബേബി. മോം. ഇങ്ങനെ
ഇത് അവൾ ബേബിയല്ല, ഞാൻ സെക്കൻഡ് മാരേജ് കഴിച്ചു. എന്താടാ ഞാൻ പറഞ്ഞത്? സെക്കൻഡ് മാരേജ് കഴിച്ചു. അതെ മോം, ഈസ് അവളുടെ ബേബിയാണ്. ആറം നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് ആറമ്മ ഷോക്കായി. എന്താടാ പറഞ്ഞത്? അതെ മോം, അവളുടെ ടെൻഷനായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോം. ശരിടാ. പിന്നെ ബേബിനെ കൂടെ ഹാൻഡ് ചെയ്ത് അവരുടെ അച്ഛനൊക്കെ സന്തോഷമായി. അങ്ങനെ തേങ്ങി വന്നു പ്രിയാനോട് സംസാരിക്കാൻ തുടങ്ങി. ഓൾറെഡി ആറമ്മക്ക് മാരേജ് അത് ഒന്നും അത് ഇല്ല മാ, അവനോട് എനിക്ക് മാരേജ് ആയിരുന്നു, അത് വൈഫ് ശരിയില്ല, അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു. ശരി മാ. അങ്ങനെ ആറാം അമ്മ നല്ല ജോലി ചെയ്യാൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആറാമക്ക് ജോലി ഉണ്ടായിരുന്നു. ഹലോ, പിടിച്ചു കഴിഞ്ഞോ സർ? അവരെ പിടിച്ചു കഴിഞ്ഞു സർ. അവർ ഇവിടാണ് സർ ജോലി ചെയ്യുന്നത്. ശരി, ഞാൻ പറഞ്ഞ പ്ലേസ് കൊണ്ടുപോവാം. അങ്ങനെ ആ പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നു. ആറാം പറയാം, നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന്. ആറാം അവിടെ നിന്ന് പോയി. അങ്ങനെ അവിടെ പിടിച്ചു വെച്ചായിരുന്നു. അതെ, ആ കുട്ടിയാണ്. നീ എന്തിനാ അങ്ങനെ ചെയ്തത് സർ? നിങ്ങളെ മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സർ ഞാൻ ചെയ്തത്. ആറാം പൊളന്ന് ഇട്ട പെൺകുട്ടി, ഇനി മേലായി നീ ഇങ്ങനെ ചെയ്യാതെ ആവർത്തിക്കുന്നു. സോറി സർ. സോറി സർ, ഇപ്പോൾ എനിക്ക് മാരേജ് ആയി സർ. ഓൾറെഡി എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് സർ. ഇനി ഞാൻ ചെയ്യില്ല സർ. ശരി, ഓക്കെ, എന്നെ വിട്ടുവിടുന്നു. ശരി സർ, എനിക്കിപ്പോൾ ശരി ഇരുന്ന് വയ്ക്കോ. അങ്ങനെ ആറാം ഇടുന്ന് വിട്ടു. ആറാം പറഞ്ഞു, ഇവള് മേലെ ഒരു കണ്ണിരിക്കണം. എന്ത് സർ? അതെ, ഇവൾക്കൊരു മാരേജ് ആയി പറഞ്ഞു, ഇപ്പോൾ ഒരു ബേബി ഉണ്ട് പറയുന്നത് കേട്ടായിരുന്നു. അത് സത്യമാണ്, അതൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ സർ. അങ്ങനെയായിട്ട് ആ കുട്ടി ഫോളോ ചെയ്തു. അങ്ങനെ ആറാമക്ക് ന്യൂസ് വന്നു. സർ, അവൾക്ക് മാരേജ് ആയിരുന്നു സർ. ഇപ്പോൾ ബേബി ഉണ്ട് സർ. ബേബിക്ക് 1 വയസ്സായി സർ. ശരി, ഓക്കെ. അങ്ങനെ മിണ്ടാതിരുന്ന ആറാം. അങ്ങനെ ഓരോന്ന് ഡേയ്സ് കഴിഞ്ഞു. ആറാം ഇങ്ങനെ ബേബീനെ കാരിങ്, പിന്നെ ഇവർ രണ്ടുപേരും കാരിങ് ആയി നോക്കി. ഇപ്പോൾ അർജുനക്ക് ന്യൂസ് വന്നു. അർജുൻ വിളിച്ചു ചോദിച്ചു, ഞാൻ കൊറിയക്ക് വരാം. അങ്ങനെ അർജുൻ കൊറിയക്ക് വന്നു. എന്ത് പറ്റി സംഭവിച്ചത് നടന്ന കാര്യം പറഞ്ഞു. ഇവിടെ വന്നു ചെയ്തു. ആറാം വന്നു. ഹായ് അർജുൻ. ഹായ് സർ, നിങ്ങൾ എന്തിനാണ് സാർ ഇങ്ങനെ ചെയ്തത്? അത് ഞാൻ പറയും.